ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ സീക്വൻസ് ആൻഡ് ഒബ്റ്റെയിൻ ദ കറസ്പോണ്ടിങ് സീരീസ്. ഓക്കെ, അപ്പോൾ A1 നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ആൻഡ് nth ടേം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ജനറൽ ടേം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങളോട് പറയാണ് ഫസ്റ്റ് 5 ടേംസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ A1 എന്ന് പറയുന്നത് -1 തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഈ 4 പേരിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? A2 എങ്ങനെ കാണാം? ഈ n-ൻ്റെ ഭാഗത്തൊക്കെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? A2 - 1/2. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? A2 - 1 is 1/2. A1 എന്ന് പറയുന്നത് ഇവിടെ -1 ആണ്, അപ്പോൾ -1/2 എന്ന് കിട്ടും. അപ്പോൾ A2 എന്ന് പറയുന്നത് -1/2 എന്ന് കിട്ടും. A3 എന്താണ്? A3 is n-ൻ്റെ ഭാഗത്തൊക്കെ 3. ഓക്കെ, അപ്പോൾ A3 - 1 എന്താണ് ഇവിടെ? n ആണ് അല്ലേ, അപ്പോൾ 3 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ n-ൻ്റെ ഭാഗത്ത് 3 ആണല്ലോ, അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾ n കാണുന്ന അവിടെയൊക്കെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? A3 - 1 എന്ന് പറയുന്നത് A3 - 1 എന്ന് പറയുന്നത് 2 ആണ് ബൈ 3. ഓക്കെ, A2 എന്ന് പറയുന്നത് -1/2 ആണ് ബൈ 3. ഓക്കെ, ഇസ് ഈക്വൽ ടു -1/6 അല്ലേ. ഓക്കെ, -1/2 ബൈ 3 അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ബൈ 1 എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു -1/2 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ അതെന്തായിരിക്കും? 1/3. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? -1 മുകളിൽ -1 കിട്ടും ആൻഡ് 2 × 3 is 6. അതാണ് ഞാനിവിടെ എഴുതി -1/6. ഓക്കെ, ജസ്റ്റ് ഇവരിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ A4 -1/4. ഓക്കെ, അപ്പോൾ A4 - 1 is 3/4 എന്ന് കിട്ടും ആൻഡ് A3 എന്ന് പറയുന്നത് -1/6 ആണ് ബൈ 4. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? -1/6 × 4 എത്രയാണ്? 24. ഓക്കെ, A5 എന്താണ്? A5 - 1/5 ദറ്റ് ഈസ് ഈക്വൽ ടു A5 - 1 എത്രയാണ്? 4 ആണ് ബൈ 5. ഓക്കെ, A4 എന്തായിരുന്നു? -1/24 ബൈ 5. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു -1/5 × 24 എത്രയാണ്? ദറ്റ് ഈസ് ഈക്വൽ ടു 120. ഓക്കെ, നമുക്കൊക്കെയാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സീരീസും എഴുതാം സീക്വൻസും എഴുതാം. ഫസ്റ്റ് തന്നെ നമുക്ക് സീക്വൻസ് എഴുതാം. അപ്പോൾ -1 -1/2 -1/6 -1/24 -1/20. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സീക്വൻസ്. -1 -1/2 -1/6 -1/24 -1/120. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇനി സീരീസ് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ കോമയുടെ ഭാഗത്തൊക്കെ പ്ലസ് ഇട്ട് കൊടുക്കുക. അതാണ് നമ്മുടെ സീരീസ്. ഓക്കെ, 13th ക്വസ്റ്റ്യൻ നോക്കുക. ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ A1ഉം A2ഉം തന്നിട്ടുണ്ട് നമുക്ക്. A1ഉം A2ഉം തന്നിട്ടുണ്ട്. നമുക്ക് ഇനി ആകെ 3 എണ്ണം കൂടിയും കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഈ 3 എണ്ണം കണ്ടുപിടിച്ചാൽ മതി. A1ഉം 2 ആണ്, A2ഉം 2 ആണ്. ഓക്കെ, അപ്പോൾ A3 എങ്ങനെ കാണും? ഇവിടെ n-ൻ്റെ ഭാഗത്തൊക്കെ ഇതാണ് നമ്മുടെ ജനറൽ ടേം അല്ലേ. അപ്പോൾ n-ൻ്റെ ഭാഗത്തൊക്കെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ A3 is equal to A3 - 1 -1. ഓക്കെ, A3 - 1 -1. 3 - 1 എത്രയാണ്? 2 ആണ്. ഓക്കെ, A2 - 1 എന്ന് കിട്ടും. A2 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, A2ന് പകരം 2 എഴുതി. 2 - 1 എന്ന് കിട്ടും. 2 - 1 എത്രയാണ്? 1. ഓക്കെ, പകരം 1 എഴുതാം. ആൻഡ് A4 എന്താണ്? A4 - 1 താഴെ 4 - 1 എന്ന് വരും. 4 - 1 is 3 അല്ലേ. അപ്പോൾ A3 - 1. A3 എന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടിയത്. സോ 1 - 1 is 0. ഓക്കെ, അപ്പോൾ A4 നമുക്ക് 0 ആയിട്ടാണ് കിട്ടിയത്. അതിന് പകരം 0 എഴുതി. A5 എന്താണ്? A5 - 1 -1. ഓക്കെ, 5 - 1 is 4. അപ്പോൾ A4 - 1 that is equal to 0 - 1 that is equal to -1. അപ്പോൾ A5 എന്ന് പറയുന്നത് -1 എന്ന് എഴുതി. ഓക്കെ, ഇനി ഇതിൻ്റെ സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതൊക്കെ കോമ ഇട്ട് എഴുതും അല്ലേ. 2, 2, 1, 0, 1 ഇതാണ് ഇതിൻ്റെ സീക്വൻസ്. സീരീസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ -1 ആണ്. ഓക്കെ, സീരീസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? 2 + 2 + 1 + 0 + -1. ഓക്കെ, 14th ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫിബൊനാച്ചി സീക്വൻസ് is defined by A1 is equal to A2 is equal to 1
an is equal to an minus 1 plus an minus 2 where n is greater than 2. അങ്ങനെയാണെങ്കിൽ find an plus 1 by an for n is equal to 1 to 5 ആണ് ക്വസ്റ്റ്യൻ. ഫിബൊനാച്ചി സീക്വൻസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ. എന്തായിരുന്നത് 1 1 അല്ലേ. ഫസ്റ്റ് രണ്ട് ടേംസ് A1 A2 1 ആയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം എന്താ, ഈ രണ്ട് ടേംസ് ആഡ് ചെയ്യുക, അതാണ് നെക്സ്റ്റ് ടേം വരിക. അപ്പോൾ 1 + 1 is 2 അല്ലേ. ഇനി നെക്സ്റ്റ് ടേം എന്തായിരിക്കും 1 + 2, അതാണ് 3 അല്ലേ. ഇനി നെക്സ്റ്റ് ടേം എന്താണ് 2 + 3 that is 5. ഓക്കെ, ഈ രണ്ട് ടേംസ് തമ്മിൽ ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ 3 + 5 എന്ന് പറയുന്നത് 8 ആണ്. ഇനി നെക്സ്റ്റ് ടേം കിട്ടാനായിട്ട് 5 + 8 ചെയ്യുക, അപ്പോൾ 13 കിട്ടും. അപ്പോൾ ഇതാണ് ഓക്കെ, ഇത് നമുക്ക് അറിയണതാണ്. ഇതാണ് ഫിബൊനാച്ചിന്ന്. അപ്പോൾ ഇതാണ് A1 എന്ന് പറയുന്നത് 1 ആണ്. A2 എന്ന് പറയുന്നത് 1 ആണ്. A3 എന്ന് പറയുന്നത് 2 ആണ്. A4 എന്ന് പറയുന്നത് 3 ആണ്. A5 എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, അപ്പം നമുക്കതൊന്ന് എഴുതാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമുക്ക് അറിയണ കാരണം ഇതിങ്ങനെ ഇതാണ്. അപ്പോൾ അറിയില്ലേ നിങ്ങൾക്ക്, ഒരെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിച്ചു തരണ. ഇപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക, അറിയില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, ജനറൽ ടേം തന്നിട്ടുണ്ട്. an is equal to an minus 1 plus an minus 2 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ A1ഉം A2ഉം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് A3 കണ്ടുപിടിക്കാം. A3 എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്നിൻ്റെ ഭാഗത്തൊക്കെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ 3 - 1 പ്ലസ് A3 - 2. ഓക്കെ, അപ്പോൾ A3 - 1 എന്താണ് 2 ആണ്, പ്ലസ് A3 - 2 എന്താണ് 1 ആണ്. ഓക്കെ, അപ്പോൾ A2ഉം A1ഉം നമുക്കറിയാം, തന്നിട്ടുണ്ട് അത് 1 ആണ്. ഓക്കെ, അപ്പോൾ 1 + 1 എന്ന് എഴുതുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അങ്ങനെയാണ് നമുക്ക് A3 2 ആയിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും കണ്ടുപിടിക്കാം. എന്ത് ചെയ്യാം, an + 1 by an. ഓക്കെ, ഇത് നമുക്ക് കണ്ടുപിടിക്കാം ഫോർ n = 1 to 5. ഓക്കെ, ഇപ്പോൾ നമുക്ക് n 1 ആകുമ്പോൾ അതിൻ്റെ കേസ് നോക്കാം. n 1 ആകുമ്പോൾ എന്ത് കിട്ടും, A1 + 1 അല്ലേ. 1 + 1 by A1. n ആകുമ്പോൾ ഇവിടെയൊക്കെ എന്നിൻ്റെ ഭാഗത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, A1 + 1 by A1. ഈ 1 ഒക്കെ ഇവിടെ താഴെ കറക്റ്റായിട്ട് എഴുതിയാൽ കിട്ടുക, അല്ലെങ്കിൽ ഇവിടെ എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോയി. അപ്പോൾ കറക്റ്റായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ A1 + 1 എന്ന് പറയുന്നത് A2 ആണ് ബൈ A1. ഓക്കെ, A2 എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 1 ആണ്. A1 എന്ന് പറയണതും ഇവിടെ 1 ആണ്. അപ്പോൾ 1/1 എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ n = 1 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ് 1 ആണ്. ഓക്കെ, ഇനി n 2 ആകുമ്പോഴുള്ള കേസ് നോക്കാം. അപ്പോൾ എന്ത് കിട്ടും, A2 + 1 ബൈ എന്ത് കിട്ടും, A2 അല്ലേ. അപ്പോൾ A2 + 1 is A3 ബൈ A2. A3 എന്ന് പറയുന്നത് എത്രയാണ് 2. അപ്പോൾ 2/A2 എന്ന് പറയുന്നത് 1. അപ്പോൾ 2/1 കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ഇവിടെ 2 എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇനി 3 ആവണ കേസ്, n 3 ആവണ കേസ് നോക്കാം. അപ്പോൾ ഇവിടെ A3 + 1 ബൈ A3. ഓക്കെ, അപ്പോൾ A3 + 1 എത്രയാണ് 4 ആണ് ബൈ A3. A4 എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആൻഡ് A3 is 2. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് 3/2. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടിയത് 3/2. ഓക്കെ, ഇനി എന്താ വേണ്ടത്, n 4 ആകുമ്പോൾ കേസ്. ഓക്കെ, അപ്പോൾ എന്നിൻ്റെ ഭാഗത്തൊക്കെ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, A4 + 1 ബൈ A4. ഓക്കെ, അപ്പോൾ A5/A4 എന്ന് കിട്ടും. A5 എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 5/A4 എത്രയാണ് 3. അപ്പോൾ നമുക്ക് കിട്ടിയത് 5/3. ഓക്കെ, ഇനി n 5 ആകുമ്പോഴുള്ള കേസ്. ഓക്കെ, അപ്പോൾ അതെന്താണ്, A5 + 1 ബൈ A5. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു A5 + 1 is A6/A5. A6 എത്രയാണ് 8 ആണ് ബൈ A5 എത്രയാണ് ഇവിടെ 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 8/5. അപ്പോൾ എന്ത് കിട്ടി, 8/5. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുക. പിന്നെ സീക്വൻസ് ആയിട്ട് എങ്ങനെ എഴുതും, 1, 2, 3/2, 5/3 ആൻഡ് 8/5. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.